Hi everyone, welcome to the Women of Honor series. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കുമായിട്ട് ഇന്നത്തെ ദിവസം, അതായത് ഡിസംബർ 12 ഡേറ്റ് നമ്മൾ എഴുതുമ്പോൾ 12/12/2024. അത് വളരെ ഭംഗിയായിരിക്കും അത് എഴുതി കഴിയുമ്പോൾ കാണാനായിട്ട്. അതുപോലെ നല്ല ഒരു ദിവസം നമുക്ക് ജീവിതത്തിൽ നിന്നുണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. ഇന്ന് ചെറിയ ഒരു മെസ്സേജ് പറയാൻ ആഗ്രഹിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ്. 2 കൊരിന്ത്യർ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ കൊരിന്ത്യർ ചാപ്റ്റർ 12 1 കൊരിന്ത്യർ ചാപ്റ്റർ 12 6 മുതൽ 11 വരെ വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ നമ്മുടെ സമൂഹത്തിൽ മീഡിയകൾ വഴിയും യൂട്യൂബുകൾ വഴിയൊക്കെയും പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നതിലൊന്നാണ് ഈ പുതിയ സഭകളിൽ, അതായത് വ്യക്തികളായിട്ട് രൂപീകരിച്ചിരിക്കുന്ന ചില സഭകളിൽ, പെന്തക്കോസ്റ്റൽ എന്ന് വിളിക്കുന്ന എല്ലാവരല്ല, ചില സഭകളിൽ അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചൊക്കെയും അതുപോലെ തന്നെ അവരുടെ ചെറിയ പവറുകളെക്കുറിച്ചൊക്കെയും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത രീതിയിൽ നടക്കുന്നതായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് അന്യഭാഷ എന്നുള്ള ഒരു പ്രത്യേക വിഷയത്തെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് സഭകൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒക്കെ നടത്തുന്നതായ കാര്യങ്ങളെക്കുറിച്ച് പല വീഡിയോകളും കാണുവാനായിട്ട് ഇടയായി. പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ചീറ്റിംഗ് ആകുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏത് സഭയായാലും അത് ഒരിക്കലും ദൈവഹിത പ്രകാരമുള്ളതല്ല, ദൈവ ആത്മാവിനാൽ നടത്തപ്പെടുന്നതുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ദൈവാത്മാവ് നടത്തുന്നത് അത് മറ്റുള്ളവർക്കും പൊതുസമൂഹത്തിനും പ്രയോജനപ്പെടുന്നതും സഹവിശ്വാസികൾക്കും നമുക്ക് തന്നെയും ഏറ്റവും ആത്മീയമായിട്ടുള്ള വളർച്ചയും ഭൗതികമായിട്ടുള്ള ആശ്വാസവും നൽകുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 12 6 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെയെന്ന്. എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. 3 ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം ലഭിക്കുന്നു, മറ്റൊരുത്തന് പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നുവെന്ന് ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം ലഭിക്കുന്നു, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തികൾക്കുള്ള വരം ലഭിക്കുന്നു. മറ്റൊരുത്തന് വീര്യപ്രവർത്തികൾ, വേറൊരുവന് പ്രവചനവരം ലഭിക്കുന്നു, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനത്തെക്കുറിച്ചുള്ള വരം ലഭിക്കുന്നു. ആത്മാക്കളുടെ കുറിച്ചുള്ള വിവേചനം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ദൈവാത്മാവാണോ ദുരാത്മാവാണോ എന്ന് വിവേചിച്ചറിയാനുള്ള ആ ഒരു വലിയ ശക്തിയും അതിനുള്ള ആ ഒരു വിസ്ഡവും ലഭിക്കുന്നതാണ് ആത്മാക്കളുടെ വിവേചനത്തെക്കുറിച്ചുള്ള വരം. അതുപോലെ വേറൊരുവന് പലവിധ ഭാഷകൾ ലഭിക്കുന്നു, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം ലഭിക്കുന്നു. എന്നാൽ ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. 12 28 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം സഭയിൽ 1 അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ അന്യഭാഷ പറയുക, അല്ലെങ്കിൽ വേറെ അതർ ടങ്സിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു കൃപയെന്നും ഒരു വരമെന്നും വിശ്വസിക്കുന്ന, അത് വളരെ ഒരു ശരിയായ രീതിയാണെന്ന് തോന്നില്ല. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് സഹായം ചെയ്യുവാനുള്ള വരമെന്ന്. അത് എത്ര പേര് അത് ചെയ്യുവാനായിട്ട് ഇച്ഛിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കാംക്ഷിക്കുന്നുണ്ട്, അത് സഹായം ചെയ്യാനുള്ള വരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്. അതുപോലെ തന്നെയാണ് പരിപാലന വരം.
മറ്റുള്ളവരെ പരിപാലിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനുമായിട്ടുള്ള ആ മനസ്സ്, അത് കുടുംബത്തായാലും സമൂഹത്തിലായാലും എവിടെ ആയാലും സഭകളിലായാലും ആ പരിപാലന വരം എത്ര പേര് കാക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിവിധ ഭാഷാവരം. വിവിധ ഭാഷകൾ സംസാരിക്കാനും വിവിധ ഭാഷയിൽ കർത്താവിൻ്റെ സുവിശേഷം അന്യരോട് അറിയിക്കാനുമുള്ള ആ ഒരു പ്രത്യേക കഴിവ്, അതും ആത്മാവിൻ്റെ വരം തന്നെയാണ്. എന്നാൽ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ രോഗശാന്തി വരമുള്ളവരുടെ പിന്നാലെ ഒരു സമൂഹം ഓടുന്നു, അതുപോലെ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരുടെ പിന്നാലെ ഓടുന്നു. അതുപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെ പ്രോസ്പെരിറ്റി ഗോസ്പൽ മാത്രം പ്രസംഗിച്ചുകൊണ്ട് കർത്താവിൻ്റേതായ സുവിശേഷം അതിനെ വളരെ ചെറുതായി കണ്ടുകൊണ്ട് വെറും സഹായവും ഈ ലോകത്തിൻ്റെ ഐശ്വര്യവും മാത്രം ആണോ എന്ന് നമ്മൾ സംശയിച്ച് പോകുന്ന രീതിയിലുള്ള പഠിപ്പിക്കലുകളുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കർത്താവിന് ഫോളോ ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വളരെ കഷ്ടത നിറഞ്ഞ ഒരു ജീവിതമാണ്, അല്ലാതെ സൗഭാഗ്യത്തിൻ്റെ മാത്രമുള്ളൊരു ജീവിതമല്ല. പ്രത്യേകിച്ച് യേശു പറയുന്നുണ്ട്, എൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരുന്നവന് മാത്രമേ കർത്താവിനെ അനുഗമിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അവൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് അത് വളരെ കഷ്ടത്തിലൂടെയുള്ള ജീവിതം തന്നെയാണ്. അതുപോലെ നമുക്കറിയാം, കർത്താവ് പറയുന്നുണ്ട്, ആദ്യമേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ഇതോടുകൂടെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അവന് വേണ്ടി ജീവിക്കുകയും ചെയ്യുക. ഭാഷാവരമോ അല്ലെങ്കിൽ ആത്മീയ വരങ്ങളെ കാക്ഷിക്കരുതെന്നല്ല പറയുന്നത്, എന്നാൽ അതുമാത്രമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവരെ പരിപാലിക്കുവാനും അതുപോലെ മറ്റുള്ളവരെ സഹായത്തിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ക്രിസ്തീയ സമൂഹത്തിന് വലിയ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വന്യ ജാതികളുടെ ഇടയിൽ ഇടം കൈ വലം കൈ എന്ന് തിരിച്ചറിയാത്ത വലിയൊരു ജനസമൂഹം നമ്മളുടെ ഈ ദേശത്ത്, ഇന്ത്യ ദേശത്ത് എത്ര കോടിക്കണക്കിന് ആൾക്കാർ ദൈവത്തെ അറിയാത്തവരുണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ ഓരോ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ അവർക്ക് സഹായം ചെയ്യുവാനും നമ്മളുടെ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനുമായിട്ടുള്ള അവസരങ്ങളെ അതിനായിട്ട് കാക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും വേണമെന്ന് അപേക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഞാൻ അറിഞ്ഞതും ഞാൻ ജീവിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതുമായ എൻ്റെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ആ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഒരു ബൈ പറയുന്നു. അതിൽ നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. ബൈ ടു ഓൾ.